സാർ നമുക്കിനി ഒരു സെക്ടറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഇന്നലെ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യാൻ PSU ബാങ്കിങ് സൂചികയ്ക്ക് സാധിച്ചിരുന്നു. 1.78% നേട്ടത്തിലാണ് ഇന്നലെ PSU ബാങ്ക് ഇൻഡെക്സിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സൂചികയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും PSU ബാങ്കിങ് സ്റ്റോക്കുകളുണ്ടോ? നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് നിഫ്റ്റി 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഔട്ട് പെർഫോമൻസ് ഈ ഒരു ഇൻഡെക്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഈ ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 7200 ആൻഡ് ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 7430. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 7600 പോയിന്റിലായിരിക്കും. നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സ് നോക്കുമ്പോഴേക്ക് ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും, എസ്പെഷ്യലി ആസ് എ ലോങ്ങർ ടേം ഇൻവെസ്റ്റർ. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 107 രൂപ. നമ്മൾ ഷോർട്ട് ടേമിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 110 രൂപ 50 പൈസ മുതൽ 111 രൂപ 50 പൈസ ഈ റേഞ്ച് വാച്ച് ചെയ്യണം. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 115, അതിനുശേഷം 116. കാനറ ബാങ്കിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇമീഡിയറ്റ് സപ്പോർട്ട് ഏരിയ 117 രൂപ. ആൻഡ് കറന്റ് ലെവൽസിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 125. 125ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും.